ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എന്നാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? റാഹത്താണ്? കമന്റ് കേട്ടോ. അപ്പൊ ഞാനിപ്പോഴേ ഷാജിദാടെ ഒരു വീഡിയോ കണ്ട്. ഈ കുട്ടി എന്തൊക്കെയായിരുന്നു പറയുന്നേ, നിങ്ങളൊന്ന് കണ്ടു കേട്ടോ. ഇതിനൊന്നും തിരിച്ച് നമുക്ക് ഉപദേശിക്കാനോ നന്നാക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങളൊന്നതൊന്ന് കണ്ടു നോക്കി. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ വിളിച്ച് പറയുന്നത്. ഒന്നെങ്കിൽ വായ മിണ്ടാണ്ട് വെക്കുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാം. ഇതിനാണ് വെറുതെ വടി കൊടുത്ത് അടി മേടിക്കുന്നു. ആ പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. 30/5/92 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങൾ പറയുന്ന ഈ 5 മക്കളുടെ തള്ളാന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ്. 5 മക്കളെ പെറ്റതുകൊണ്ട് ഞാൻ തള്ള ആവില്ല. 5 മക്കളെ പ്രസവിച്ചു. അതെന്റെ വീട്ടുകാര് എന്നെ 15 വയസ്സിൽ കെട്ടിച്ചു കൊടുത്തോണ്ട് ഈ പ്രായമ്പോഴേക്ക് എനിക്ക് 5 മക്കളായി. +1 പഠിക്കണ മോനായി. അത് എന്റെ കുറ്റമല്ല. പിന്നെ എന്റെ ഇട്ടിട്ട് പോയതും എന്റെ കുറ്റമല്ല. അത് പടച്ചോൻ വിധിച്ചതാണ്. ഞങ്ങൾക്ക് വിധിച്ചത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് വിധിച്ചത് 15 കൊല്ലത്തെ ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ അതിലൂടെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. പിന്നെ നിന്റെ ഇക്കാനെ കൊന്നു, അതാക്കി ഇതാക്കി. ഞങ്ങൾ 15 കൊല്ലം ജീവിച്ചപ്പോ ഞങ്ങളുടെ കൂടെ വരാത്ത ജനങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാത്ത കുടുംബങ്ങൾ എന്തിനായിരിക്കാം ഞങ്ങൾ എന്തിനീക്കാന്റെ പറഞ്ഞിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷിക്കാത്ത ആൾക്കാർ, ഒരാൾ മഹൽക്കാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, വേറെ ആയിക്കോട്ടെ, ഒരാൾ ജീവിക്കുമ്പോൾ അവൻ എങ്ങനെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എങ്ങനെ ബുദ്ധിമുട്ടായിട്ടാണോ ജീവിക്കണതെന്ന് അന്വേഷിക്കാത്ത ആൾക്കാര് പിന്നെ മരിച്ചതിന്റെ ശേഷം അവനെ കൊന്നു, അവൻ അതാക്കി, അവൻ ഇതാക്കി എന്ന് പറഞ്ഞിട്ട് വരാൻ ഉളുപ്പില്ലേ നാറികളെ? നിങ്ങൾക്ക് ഉണ്ടോടാ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം? നിങ്ങളുടെ അടുത്ത് കൂടെ പോയിട്ടുണ്ടോടാ? എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇങ്ങനെയൊക്കെ വിവരമില്ലാത്ത, എന്താ പറയാ, ഭർത്താവ് മരിച്ചു പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിലിരിക്കണം, ആ ചുമരന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പാടുള്ളൂ, പുറത്തിറങ്ങാൻ പാടില്ല. എടാ നാറികളെ, നിങ്ങൾ കൊണ്ടുവന്നേരോടാ എനിക്ക് ചെലവിന് പൈസ? അല്ലെങ്കിൽ ഈ 5 ഒരെണ്ണത്തിനെ നോക്കാൻ പോറ്റാൻ കഷ്ടപ്പെടുന്ന ഈ വർഷത്തില്, അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷനില് ഈ 5 മക്കളെ നോക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ, അവരുടെ പഠിപ്പ്, വേറുള്ള കാര്യങ്ങൾ ഒരാളിനെയും ആശ്രയിക്കാതെ, എന്റെ ഭർത്താവിന്റെ കുടുംബത്തിനെ ആശ്രയിക്കാതെ, എന്റെ ഉമ്മാന്റെ കുടുംബത്തിന്, എന്റെ ഉപ്പാന്റെ കുടുംബത്തിനെ ആശ്രയിക്കാണ്ട് ഒരൊറ്റ ഒരാളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ വിജയം തന്നെയാടാ. അതെന്റെ സാമർത്ഥ്യം തന്നെയാടാ. അതെന്റെ വായ്നാക്കും കൊണ്ട് ചെയ്യണത് തന്നെയാടാ. അത് ഞാൻ വായ്നാക്കിട്ട് അടിച്ചിട്ട് തന്നെയാടാ ചെയ്യുന്നത്. അതിന് നിനക്കിപ്പോ എന്താ അത്ര പൊള്ളാനുള്ളത്? സഹിച്ചോ അങ്ങട്. ഞാൻ നേരായി വരുന്നതിൽ നിനക്ക് അസൂയുണ്ടെങ്കിൽ നീ സഹിച്ചാളെ. അതെന്റെ പടച്ചോൻ എന്നെ നേരാക്കുണ്ടെങ്കിൽ ആ പടച്ചനോട് ഞാൻ തേടുണ്ട്. ആ പടച്ചനോട് നിങ്ങൾ കാണിച്ചില് നിസ്കാര കുപ്പായം ഇട്ടിട്ട് രാവിലെ വരുന്ന ഷാജി അല്ല, മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഷാജിയാണ് ഞാന്. അത് ഏത് വേഷം ധരിച്ചാലും, ഏതൊരു ഇതിട്ടാലും, നിങ്ങളുടെ മുന്നിൽ തട്ടൊന്നില്ലാണ്ട് വന്നാലും എന്റെ പടച്ചോന എന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അനുഭവിച്ചതാണ്, അവൾക്ക് കൊടുത്ത പരീക്ഷണങ്ങൾ എന്താണെന്ന് എന്റെ അറിയാം. അതുകൊണ്ട് എന്റെ പഠിത്തം ഇപ്പൊ ഇത്രയും 15-16 എനിക്ക് കഷ്ടം തന്നിട്ടുണ്ടെങ്കിൽ, അതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വഴി പോകുന്നു. ഇനി ഈ പറയുന്ന അന്യാണുങ്ങൾ ഈ പറയുന്ന തോലന്മാരെന്നെയല്ലേ എന്റെ വീഡിയോ കാണുന്നത്, ഈ പറയുന്ന തോലന്മാരെന്നെയല്ലേ എന്റെ പിന്നാലെ നടക്കണേ, ഈ പറയുന്ന തോലന്മാരെന്നെയല്ലേ എനിക്ക് ബിസിനസ് വാട്സപ്പ് തുടങ്ങിയാലും പിന്നെ ഫോൺ വിളിക്കണു, മെസ്സേജ് അയക്കണു, ഐ ലവ് യു പറയണു, വേറുള്ള ചാറ്റ് ചെയ്യണു, വേറുള്ളതാക്കുന്നു. അപ്പൊ ഈ തോലന്മാരി എന്താ പകൽ മാന്യന്മാരാണ്. പകല് നല്ല വെള്ള ഇട്ടിട്ട് നടക്കുക, രാത്രിയായ കണ്ട പെണ്ണുങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ, അകത്തിനുള്ളിൽ കയറിയിരിക്കുന്ന ആണുങ്ങളാണ് ഈ പറയുന്ന ആണുങ്ങളെ. അപ്പൊ ഇവന്മാരോടൊന്നും എനിക്ക് വെറുപ്പുച്ച മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന നാറികളോട് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ. പറയണോരോ അവിടെ നായി കുരയ്ക്കണ പോലെ കുരയ്ക്കുക. ആരും ഇത്ര നല്ല ആൾക്കാരൊന്നല്ല. ആരും, ഏത് പെണ്ണുമില്ല, ഏതാണുമില്ല ഈ ദുനിയാവില്, ആരും തെറ്റ് ചെയ്യാത്തവരും ഇല്ല. പിന്നെ മുസായിഫിന്റെ ഒറകൾ ആരുമില്ല. മുസായിഫിന്റെ ഒറകളായിട്ട് 5 നേരം നിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിച്ച്, വേറുള്ള നിസ്കരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ കൂടി കണ്ട ആണുങ്ങളുടെ കൂടെ കിടക്കണ എത്രയോ ആൾക്കാരുണ്ട്. അതിനെക്കാട്ടി നല്ലതാണല്ലോ അല്ലെ 5 മക്കളെ നോക്കാൻ വേണ്ടി, ആ എത്തിയുമായ 5 മക്കളെ നോക്കാൻ, ഉപ്പല്ലാത്ത മക്കളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ വിജയം തന്നെയാടാ. അതിന് ഞാൻ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, അതിന് ഞാൻ ഓടി നടക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് പടച്ചോൻ തന്ന അനുഗ്രഹമാണ്. ഇന്നും ഞാന് എന്നെ പടച്ചോൻ കൈവിടാണ്ട് ഇപ്പോഴും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെന്റെ അനുഗ്രഹമാണ്. അതെന്റെ പടച്ചോൻ തന്ന വിജയാണ്.
അത് നിങ്ങൾ അസൂയപ്പെട്ടിട്ടോ വേറുള്ളത് ചെയ്തിട്ടോ കുറെ എന്നെ അനാവശ്യം പറഞ്ഞിട്ടോ എന്റെ മക്കളും അനാവശ്യം പറഞ്ഞിട്ടോ കാര്യം അവിടെ ആ തീരുമാനം മാറി നടക്കൂ. അല്ലെ നിങ്ങൾ തീരുമാനിക്കല്ല ഈ ദുനിയാവിലെ നിങ്ങൾക്ക് തീരുമാനം. ഇപ്പൊ ഷഹബാസ് മോനെ മറ്റേ കോഴിക്കോട് കടിമൂത്ത ജന്തു നീ കടിമൂത്ത ജന്തു കടിമൂത്ത ജന്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കടിമൂത്ത ജന്തു. നീ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് മറ്റുള്ള നീ വിളിച്ചു പറയടി. ഈ സിനാനെ പറഞ്ഞ നാറി കുറച്ചങ്ങോട്ട് ചുണ്ണി വലുതാവാൻ തുടങ്ങിയപ്പോ അവന്റെ നാക്കും വലുതാവാൻ തുടങ്ങി, അവന്റെ വേറുള്ളതും വലുതാവാൻ തുടങ്ങിയപ്പോ എന്റെ കബീർ ഖാന്റെ അടുത്ത് തന്നെ അവൻ തല്ലുണ്ടാക്കിയപ്പോ ആ എന്റെ കബീർ ഖാൻ മരിക്കണവരിക്കും ആ മൈരന്റെ അടുത്ത് മുണ്ടില്ല. എങ്ങനെ മുണ്ടാ? അവന്റെ സ്വഭാവം അത്രയ്ക്ക് നന്നു. എന്നിട്ട് 23 24 വയസ്സുള്ള ചെക്കന്മാര് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന അവന്മാരുടെ വീടൊന്ന് വന്ന് കാണണം, അടുക്കള ഒന്ന് വന്ന് കാണണം. ഗ്യാസ് ഇല്ല, മിക്സി ഇല്ല, വേറുള്ളതില്ല, അരി വെക്കാനില്ലാണ്ട് എന്റെ വീട്ടിൽ നിന്നാണ് അരി കൊണ്ടുപോണത്. തെളിവുണ്ട്, കൊണ്ടുപോണതിനുള്ള തെളിവുണ്ട്. ഷാജി ചാക്ക് കണക്കിന് അരി കൊടുത്തതിനുള്ള തെളിവ് ഷാജിന്റെ അടുത്ത് വീഡിയോ ഉണ്ട്. ഷാജി എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാജിക്ക് അറിയാം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ വരും പുറത്ത്. പിന്നെ നാറി സിനാനെ കേസ് കൊടുത്തിട്ട് ആരിടാ ഓടി മോനെ? നീ എന്നല്ലടാ എന്നെ കയറി പിടിച്ചത്? നീയും നിന്റെ വേറെ കൂട്ടാളികളും മുത്തും ഒക്കെ അല്ലടാ എന്റെ വീട്ടിൽ കയറി പിടിച്ചത് എന്നെ. എടാ പെണ്ണിനെ കയറി പിടിച്ച വകുപ്പ് വേറെ എടാ. ഭർത്താവില്ലാത്ത പെണ്ണിനെ വീട്ടിൽ കയറി തല്ലി വീട്ടിൽ കയറി പിടിച്ചാൽ അത് വകുപ്പ് വേറെടാ. ഇവന്റെ ലൈഫ് തൊലച്ച് ഈ പറയുന്ന മുത്തു പറയുന്നവൻ അവന്റെ തന്തനെ കൊന്നു, ബാക്കിയുള്ളതായി അവന്റെ കാരണം കൊണ്ട് അയാള് നെഞ്ചുരുക്കി പൊട്ടി മരിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ തള്ളനെങ്കിലും എങ്ങനെയെങ്കിലും നോക്കണം നാറി. അതുപോലെ തന്നെ പെങ്ങളുടെ കണ്ടില്ലേ പെങ്ങളുടെ അവസ്ഥ, പെങ്ങളുടെ കള്ളുടിയാൻ മാപ്പിള ഉള്ള അവസ്ഥ നിനക്ക് കാണില്ലടാ. അതിനൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അല്ലെ, കരകയറ്റാൻ നോക്കടാ. എടി സെഫീന, നിനക്ക് ഞാൻ ഇറങ്ങി ഓടുന്ന പോലെ, ഞാൻ ഇറങ്ങി നടക്കണ പോലെ നിനക്ക് നടക്കാൻ വയ്ക്കൂടി സെഫീന? നിന്റെ ഈ നട്ടെല്ലാം ഒടിച്ചു വിട്ടിരിക്കില്ലടി ദുബായിന്ന്, നിന്റെ നട്ടെല്ലാം ഒടിച്ചു വിട്ടിരിക്കില്ലടി. അതുപോലെ തന്നെ 2 എണ്ണത്തിന് ഉണ്ടാക്കിയത് ഏതെണ്ണത്തിനാ? ഒന്ന് ഹിന്ദിക്കാരനില്, ഒന്ന് വേറൊന്നില്, ഒന്ന് അണ്ണാച്ചിയില്. എത്ര എണ്ണത്തിന് കളഞ്ഞു തന്നെ നമുക്കറിയില്ല. എടി കബീറിന്റെ 5 എണ്ണം ഉണ്ടാക്കിയ തെളിവാണ് നിനക്ക് തരാടി മോളെ സഫീന. 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. കബീറിന് ഉണ്ടാക്കിയ വിത്തുകളാണ്. 1-ാം മെയില് തുപ്പനാട്ട് പറമ്പില് നൂറണ്ണന്റെ മകൻ കബീറിന് ഉണ്ടാക്കിയതാണ് ഷാജി 5 എണ്ണത്തിന്. നിനക്ക് തെളിവ് വേണമെങ്കിൽ നീ എങ്ങോട്ട് വാടി സെഫീന. ഞാൻ ഇല്ലാത്ത ടൈമിൽ വന്നിട്ട് എന്റെ ഉമ്മാനെ കണ്ടിട്ടല്ലടി നാറി പോവാ. എന്നെ കാണടി വന്നിട്ട് എന്റെ മക്കളെ കാണടി നാറി സെഫീന. പിന്നെ നിനക്ക് നിന്റെ ഊട്ടി പോയതും നിന്റെ മകനും നിന്റെ പൊണ്ണൻ മകനും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തടി ആരൊക്കെ നിനക്ക് ഇവിടെ നിന്നെ കാണിക്കാത്ത? എന്റെ ആരൊക്കെ നിനക്ക് ഇവിടെ ഊരില്ലടി സഫീന? നിന്റെ ആരൊക്കെ നിനക്ക് എടി ഇറങ്ങി ഓടാൻ വയ്ക്കൂടി സഫീന? നിനക്ക് തല്ല് കിട്ടുമ്പോ ഇറങ്ങി ഓടാൻ ഞാൻ ഇറങ്ങി ഓടും. ഞാൻ പഴയ സ്പോർട്സ് ഏരിയാണ്. ഞാൻ ഇന്നും ഓടും. എനിക്ക് ഓടാൻ സാധിക്കും. നിനക്ക് ഓടാൻ പറ്റൂടി സഫീന? നീ എണിച്ചൊന്ന് ഓടടി മോളെ സഫീന. നീ ആ കാറിന്റെ ഉള്ളിൽ വില്ലത്തിയായിട്ട് നീ നിന്ന് സംസാരിക്കണം. നിന്റെ നാക്കില്ലെങ്കിൽ നീ എന്നോ നീ ചത്ത് പോയടി. നിന്റെ പൊണ്ണ മകനെ വെച്ചിട്ട് നിന്റെ 2-ാമത്തെ മോൻ നിന്നേറ്റ് കൂട്ടുണ്ടീ. കൂടില്ലടി. നിന്റെ തനി സ്വഭാവം ആ കുട്ടിക്ക് അറിയാടി. നിന്റെ മൂത്ത പൊണ്ണ മകന് മാത്രടി നിന്റെ കൂടെ നിൽക്കുള്ളൂ നാറി. അത് രണ്ട് അച്ഛന്മാരാടി. ഒന്ന് അച്ഛനോ ഒന്ന് വാപ്പയോ ഒരു ഏതൊക്കെയാണ് കേട്ടാ, ഏതൊക്കെ നമുക്കറിയില്ല. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇതാണ് ഗൾഫ് എന്ന് കുറെ ആൾക്കാർ. അവളുടെ ഇടുപ്പ് ഇടുപ്പ് തല്ലി ഒടിച്ച കുറെ ആൾക്കാരുണ്ട്. ഇടുപ്പിന്റെ എല്ലി ഒടിച്ച നട്ടെല്ലുണ്ടീ നിനക്ക് നാറി. നട്ടെല്ല് പറയുന്ന സാധനം ഉണ്ടീ നാറി സഫീന. ഉണ്ടടി സഫീന? ഉണ്ടെങ്കിൽ നീ കാണിക്കടി നാറി സഫീന. നിന്റെ നട്ടെല്ലൊന്ന് കാണിക്കടി, എനിക്കൊന്ന് കാണാനടി. എടി നീ മകനായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുമ്പോ എന്തേടി സഫീന ആരൊക്കെന്ന് കീപ്പിട്ട് നീ മറ്റേ ബെറാക്കി വിട്ടിരിക്കുന്നത് സഫീന? എന്തേടി മോളെ? നീ ഒന്ന് നടക്കാൻ വയ്ക്കൂടി സഫീന. നീ നെരങ്ങല്ലേടി മോളെ? ഈ ഇരുന്ന് നെരങ്ങല്ലേടി ചേറ്റെ? ഞങ്ങളുടെ
നീ ഇപ്പൊ നബിനെ കുറിച്ചും വേറുള്ളവരെ കുറെ നീ ഹിന്ദു ആയിട്ട് നടന്നു, കുറെ നീ മുസ്ലിം ആയിട്ട് നടന്നു, കുറെ നീ ക്രിസ്ത്യാനായിട്ട് നടന്നു. ഒരു വഴിയില്ലാണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നാട്ടി വിട്ടപ്പോ കോട്ടയം പോയി ഒളിച്ച് നടക്കണ നാറി. എന്നിട്ട് അവിടത്തെ മനുഷ്യന്മാർ ഇവളുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് എനിക്ക് വിളിക്കുന്നുണ്ട്. ഷാജി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും, ഷാജി അങ്ങനെ ഒരു വീഡിയോ. ഷാജിക്ക് സമയലടി നാറി. എത്ര ആൾക്കാരുടെ വോയിസ് വേണടി നാറി ഷെഫീന നിന്റെ? നിനക്ക് എത്ര ആൾക്കാരുടെ വോയിസ് വേണടി മോളെ? നിനക്ക് ഞാൻ തരാടി മോളെ. നിന്റെ അടുത്തുള്ള ആൾക്കാരെ എനിക്ക് വിളിച്ചിട്ടുണ്ട്, അവരുടെ വോയിസ് അടക്കം എനിക്കുണ്ട്. നീ ഇപ്പൊ എവിടെ താമസിക്കുന്ന അതിന്റെ അടുത്തുള്ള ആൾക്കാർ പോലും വിളിച്ചിട്ടുണ്ട്. എടി നാറി സെഫീന, നീ എന്റെ നാട്ടിൽ വന്നു എന്ന് പറഞ്ഞല്ലോ, നീ എന്റെ നാട്ടിൽ വന്ന് കേസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. എടി നാറി, നീ എന്റെ നാട്ടിൽ വന്ന് കേസ് കൊടുത്തോടി. എന്റെ ഉമ്മാനെ നീടിയടി. എന്റെ ഉമ്മാന്റെ അടുത്ത് നീ എന്തേടി എന്റെ ഉമ്മാനെ നീ മുന്നിൽ കൊണ്ടുവരാത്ത മോളെ? എന്തേടി എന്റെ ഉമ്മക്ക് നോക്കില്ലേടി? ഇറ്റ്സ് മീ കൈസിനെ വിളിച്ചിട്ട് എന്റെ ഉമ്മ ചലിച്ച പോലെ എന്തേടി നിന്റെ ചാനലിൽ ചലിക്കാത്തു? എന്തേടി മോളെ സഫീന ചലിക്കാത്തു? ഞാനിപ്പോ ഞാന് നിന്നെ പോലെ കാറിൽ കൊണക്കുന്ന പോലെ അല്ലടി. ഞാന് ബസ്സിൽ പോയിട്ട് വരുന്ന ആളാടി. ഞാൻ അവിടെ ഇപ്പൊ ഞാൻ എന്റെ നാട്ടിൽ പോയി എന്റെ മക്കളുടെ അടുത്ത് പോയി ബാക്കിയുള്ളത് ചെയ്ത് ഞാൻ ബസ്സിലാടി കൊണക്കുന്നത്. എനിക്ക് 2 ലക്ഷം യൂട്യൂബറാണ് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബറാണെന്നുള്ള പട്ടം തലയിലേറ്റ് നടക്കണില്ലടി മോളെ. 15 കൊല്ലം ഞാൻ പട്ടം തലയിലേറ്റ് നടന്നിട്ടില്ലടി നാറി നിന്നെ പോലെ. എടി പണ്ടൊരു 5 ലക്ഷത്തിന്റെ 4 ലക്ഷത്തിന്റെ നിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നടി. എവിടെ പോയിടി നാറി സെഫീന നിന്റെ യൂട്യൂബ് ചാനലിൽ? റിപ്പോർട്ട് അടിച്ച് പോയടി മോളെ. അതുപോലെ തന്നെ നിന്നെ പോലെ 2 കെട്ട സാധനങ്ങൾ കുറെ ഷാജിന്റെ മക്കിട്ട് കയറ. എന്തിനാടി നാറി? എന്തിനാടി നീ പിച്ച തണ്ടണത്? ഈ സിനാനെ പറഞ്ഞ നാറി കുറച്ചങ്ങോട്ട് ചുണ്ണി വലുതാവാൻ തുടങ്ങിയപ്പോ അവന്റെ നാക്കും വലുതാവാൻ തുടങ്ങി, അവന്റെ വേറുള്ളതും വലുതാവാൻ തുടങ്ങി.